All of you say good morning to me. Very good. How are you children? I am fine, thank you. Okay. എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ? യെസ്. വെള്ളമൊക്കെ കുടിക്കുന്നുണ്ടോ ശരിക്കും? ഒരുപാട് വെള്ളം കുടിക്കണം കേട്ടോ. ഓക്കെ. അപ്പോൾ നമുക്ക് ഇനി അസംബ്ലി ചെയ്യാം. All of you stand up. എല്ലാവരും അറ്റൻഷൻ ആയിട്ട് നിന്നേ. അറ്റൻഷൻ. ഒരു നിമിഷം നമുക്ക് കണ്ണടച്ച് പ്രാർത്ഥിക്കാം. ഓക്കെ. 5 lines of APJ. അപ്പൊ ഇന്ന് തൊട്ട് എല്ലാവരും ശ്രദ്ധിക്കണം. ടീച്ചർ അടുത്ത ഗൂഗിൾ മീറ്റ് തൊട്ട് നമ്മുടെ ആൽഫബറ്റ് ഓർഡറിൽ വരാം. ഓരോരുത്തർ ആദ്യം ഫസ്റ്റ് ആരാണ്? അരവിന്ദ്. അപ്പൊ അരവിന്ദാണ് ഇനി അടുത്ത നമ്മുടെ ഗൂഗിൾ മീറ്റിൽ എന്ത് പറയേണ്ടത്? അസംബ്ലി നടത്തേണ്ടത്. എന്തൊക്കെയാ? ഫസ്റ്റ് നമ്മളുടെ 5 lines of APJ പറയണം. വാമപ്പ് ചെയ്യിപ്പിക്കണം. ഓക്കെ. അപ്പൊ ശ്രദ്ധിക്കണം. ആ ഓർഡറിൽ ഓരോരുത്തർ ഇനി അങ്ങോട്ട് ഓരോരുത്തർ വേണം അസംബ്ലി ചെയ്യാൻ നമ്മുടെ ഗൂഗിൾ മീറ്റിൽ. ഓക്കെ. അപ്പൊ അടുത്ത ഗൂഗിൾ മീറ്റിൽ അരവിന്ദ് റെഡി ആയിരിക്കണം. ഫസ്റ്റ് നമ്മൾ 5 lines of APJ ആണ്. എല്ലാവരും അസംബ്ലി നന്നായിട്ട് നടത്തണം. ഓക്കെ. അപ്പൊ ഇപ്പൊ നമുക്ക് 5 lines of APJ പറയാം. ഓക്കെ. I am the best. I can do it. God is always with me. I am a winner. Today is my day. Thank you all. Okay, ഇനി വാമപ്പ്. പിന്നെ എല്ലാവരും ശ്രദ്ധിക്കണം. ടീച്ചർ കഴിഞ്ഞ ഗൂഗിൾ മീറ്റിൽ വാമപ്പ് ഒക്കെ നടത്തിയപ്പോൾ എല്ലാവരെയും ടീച്ചർ ശ്രദ്ധിച്ചു. ആരൊക്കെയാ തെറ്റിച്ചതെന്ന് ടീച്ചർ ശ്രദ്ധിച്ചു. ടീച്ചർ കണ്ടു. ടീച്ചർ പേരൊന്നും പറയുന്നില്ല. അപ്പൊ ഇന്ന് മുതൽ ടീച്ചറിന്റെ എല്ലാ ക്ലാസ്സിലും ടീച്ചർ ചെയ്യിപ്പിക്കുന്നില്ലേ? എല്ലാ ക്ലാസ്സിലും നമ്മൾ അസംബ്ലി ചെയ്യാറുണ്ട്. എന്നിട്ട് തെറ്റിച്ചവരെയൊക്കെ ടീച്ചർ കണ്ടു. ടീച്ചർ വിഷമമുണ്ട് കേട്ടോ. അതൊക്കെ പോട്ടെ. ഇന്ന് മുതൽ എല്ലാവരും നന്നായിട്ട് അസംബ്ലി ചെയ്യണം. അപ്പൊ ഫസ്റ്റ് വാമപ്പാണ്. നമ്മുടെ ടീച്ചർ ഹാൻഡ്സ് ഡൗൺ പറയുമ്പം കൈ നല്ല നേരെ വെക്കണം. ഓക്കെ. ഹാൻഡ്സ് ഡൗൺ. കൈ നല്ലതായിട്ട് വെച്ച് എല്ലാവരും. ഹാൻഡ്സ് ഡൗൺ. ഹാൻഡ്സ് ഡൗൺ. ഓക്കെ. ഇനി 1 2 3 എല്ലാവരും ശ്രദ്ധിക്കണേ. 1. കൈ എങ്ങനെയാ വെച്ചിരിക്കുന്നത് എന്തല്ലോ ടീച്ചർ? 1 2 3 4. കൈ ഇങ്ങനെ വളച്ചൊന്നും വെക്കരുത്. ഓക്കെ. 1 2 3 4. 1 2 3 4. Okay. All of you jump. Stop. Jump. Stop. Okay. All of you clap. Stop. അപ്പോൾ നമ്മൾ ആ നിൽക്കുന്ന അടുത്ത് നിന്ന് തന്നെ വേണം ക്ലാപ്പ് ചെയ്യാൻ. ഓക്കെ. ക്ലാപ്പ്. സ്റ്റോപ്പ്. ക്ലാപ്പ്. സ്റ്റോപ്പ്. ഓക്കെ. ക്ലാപ്പ് ആൻഡ് ജംപ്. സ്റ്റോപ്പ്. ക്ലാപ്പ് ആൻഡ് ജംപ്. സ്റ്റോപ്പ്. ഓക്കെ. അപ്പൊ ഇനി എല്ലാവരും അറ്റൻഷൻ ആയിട്ട് നിന്നേ. ഓക്കെ. എങ്ങനെയാ നമ്മൾ അറ്റൻഷൻ ആയിട്ട് ഇരിക്കുന്നേ? അറ്റൻഷൻ ആയിട്ട് നിന്നേ എല്ലാവരും. നിന്നോ? ഓക്കെ. ഇനി എല്ലാവരും കൂടെ ടീച്ചറിനെ ഓരോപോലെ ഗുഡ് മോർണിംഗ് വിഷ് ചെയ്തേ. ഗുഡ് മോർണിംഗ് ഓൾ. ഓക്കെ. ഇനി എല്ലാവരും നല്ലൊരു സ്മൈൽ ചെയ്തേ. വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ. ലെറ്റ് മീ സിറ്റ് ഡൗൺ. ഓക്കെ. അപ്പൊ നമ്മള് ആരായിരുന്നു? ഹലിയായിരുന്നു അല്ലേ ചോദിച്ചത്? നമ്മുടെ റൈം എന്തായിരുന്നു പാടാത്തേന്ന് അല്ലേ? ഒരു കാര്യം ചെയ്യാം. നമുക്ക് പഴയ റൈമൊക്കെ ഒന്ന് പാടാം. എല്ലാവരും റെഡിയാണോ? ആർ യു റെഡി? യെസ്. ഓക്കെ. അപ്പൊ ഫസ്റ്റ് നമ്മൾ പഠിച്ചത് ആർ യു സ്ലീപ്പിംഗ്. അപ്പൊ ടീച്ചർ റെഡി 1 2 3 സ്റ്റാർട്ട് പറയും. നിങ്ങൾക്കും അറിയാം, ടീച്ചറിനും അറിയാം. നമുക്ക് ഒരുമിച്ച് പാടാം. ഓക്കെ. റെഡി? 1
2, 3, start. Are you sleeping? Are you sleeping? Brother John, Brother John. Morning bells are ringing, morning bells are ringing. Ding dang dong, ding dang dong. Okay, here are ding dong bell. Ding dong bell, pussy's in the well. Who put in her little Tommy Tim? Who pulled her out? Little Tommy's dog. What a naughty boy was the brown poor pussycat. Okay, next is Humpty Dumpty. Okay, Humpty Dumpty sat on a wall. Humpty Dumpty had a great fall. All the king's horses and all the king's men could not put Humpty together again. Okay, പത്രയായിരുന്നു നമ്മുടെ ഫസ്റ്റ് ടൈമിലെ റൈംസ് അല്ലേ? ഓക്കെ, ഇനി നമ്മൾ സെക്കൻഡ് ടൈമിൽ ഏത് റൈം ആണെന്ന് പറഞ്ഞ് ടീച്ചർ നോക്കട്ടെ, അറിയാവോന്ന്? സെക്കൻഡ് ടൈമിൽ നമ്മൾ ഏത് റൈമാ? I hear thunder. Okay, start. I hear thunder, I hear thunder. Oh, don't you? Oh, don't you? Peter Patter raindrops, Peter Patter raindrops. I am wet through, I am wet through. So are you? Okay, next Mary had a little lamb. Mary had a little lamb, little lamb, little lamb. Mary had a little lamb. Its face was white as snow, and everywhere that Mary went, Mary went, Mary went. Everywhere that Mary went, the lamb was sure to go. Row, row, row your boat. Row, row, row your boat gently down the stream. Merrily, 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 life is but a dream. Okay, പിന്നെ ഇതാട്ടോ ringy ringo roses. Ringy ringo roses, pocket full of roses. Husha, busha, we all fall down. We all fall down. Okay, Ahalya, happy ആണോ അഹല്യ കുട്ടി? ഇനി നമ്മൾ എന്തായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ ടിങ്കിൾ ടിങ്കിൾ ലിറ്റിൽ സ്റ്റാർ ഇല്ലേ? ടിങ്കിൾ ടിങ്കിൾ ലിറ്റിൽ സ്റ്റാർ, how I wonder what you are, up above the world so high, like a diamond in the sky. Okay, അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു. നമ്മുടെ GK അതിന് മുന്നേയായിട്ട് നമ്മുടെ കേഴ്സീവ് നമ്മൾ ആ ടു പു വരെ പഠിച്ചു. അപ്പം ഇന്ന് എന്താ ചെയ്യേണ്ടത്? ഇന്ന് ടീച്ചറിന്റെ ക്ലാസ് കണ്ട് കഴിയുമ്പം എല്ലാവരും ടീച്ചറിന് ആ ടു പു വരെ കാണാതിരുന്ന വീഡിയോ സെൻഡ് ചെയ്ത് തരണം. ഓക്കെ ആണല്ലോ? അപ്പൊ ഇന്ന് ഫ്രൈഡേ ആണ്. ഇന്ന് ഫ്രൈഡേ ആണ്. അപ്പം സാറ്റർഡേ ഉണ്ട്, സൺഡേ ഉണ്ട്. അപ്പം ഈ 2 ദിവസത്തിനുള്ളിൽ എല്ലാവരും ടീച്ചറിന് ആ ടു പു വരെ കാണാതെ എഴുതുന്ന വീഡിയോ സെൻഡ് ചെയ്ത് തരണം. ഓക്കെ? ഇപ്പൊ ടീച്ചർ എപ്പോഴും പറയുന്ന പോലെയല്ല, ഇനി നമ്മൾ കുറച്ച് സീരിയസ് ആവണം. ഇനി നമ്മൾ UKGയിലോട്ട് പോകാൻ പോവുകയാണ് എല്ലാവരും. അപ്പൊ ടീച്ചറിന് എഴുതി തരാത്തവരുടെ പേര് ടീച്ചർ ഉറപ്പായിട്ടും പറയും. കേട്ടല്ലോ? ഓക്കെ, അപ്പൊ ഇനി എഴുതി അയച്ചു തരുന്നവർക്കെല്ലാം ടീച്ചർ നല്ല ക്ലാപ്പ് തരും അടുത്ത ക്ലാസ്സിൽ. ഓക്കെ, അപ്പൊ എല്ലാവരും ടീച്ചറിന് ആ ടു പു വരെ കാണാതെ എഴുതുന്ന വീഡിയോ ടീച്ചറിന് എല്ലാവരും സെൻഡ് ചെയ്ത് തരണം. ഒരു 1 ടൈം ഒരു ഹോംവർക്ക് ആ ടു പു വരെ 1 ടൈം എഴുതി അയച്ചു തരണം. അതിനുശേഷം ആ ടു പു വരെ കാണാതെ എഴുതുന്ന വീഡിയോ ടീച്ചറിന് എല്ലാവരും സെൻഡ് ചെയ്ത് തരണം. ഓക്കെ, അപ്പൊ അത് കഴിഞ്ഞതിന് മുന്നായിട്ട് നമുക്ക് എസ്സേസ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞല്ലോ ആപ്പിൾ. അപ്പൊ അത് നമുക്കൊന്ന് നോക്കാം. 3 വേർഡ്സ് വെച്ച് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, നമ്മൾ എന്താ എസ്സേസ് പഠിച്ചു അല്ലേ? എന്റെ സൗണ്ട് എന്താ നമ്മൾ പഠിച്ചത്? എസ്സേസ് ഓക്കെ, ഇപ്പൊ നമുക്ക് എഴുതി നോക്കാം. Essays are. Essays are.
B. B ന്റെ സൗണ്ട് എന്താണ്? B says B. B ball. B balloon. B bird. Okay. അപ്പം ആ B പഠിച്ചു നമ്മൾ. ആ B കഴിഞ്ഞ് പിന്നെ നമ്മൾ എന്താ പഠിച്ചത്? C says K. C says K. K. Car. K. Cow. K. Cat. A says A. B says B. C says K. Okay. But D ന്റെ സൗണ്ട് നമ്മൾ എന്താ പഠിച്ചത്? D says D. D says D. D. Drum. D. Duck. D. Dog. A says A. B says B. C says K. D says D. E says A. E says A. Elephant. Egg. Engine. Okay. A, B, K, D, A. F. F says fur. F says fur. F ന്റെ സൗണ്ട് എന്താണ്? F says fur. F fan. F fish. F frog. Fan, fish, frog. Okay. G says G. G says G ന്റെ സൗണ്ട് നമ്മൾ എന്താ പഠിച്ചത്? G says G. G says G. G. Girl. G. Glass. G. Gorilla. Girl, glass, gorilla. Okay, ഇതൊക്കെ ഓർമ്മ വരുന്നുണ്ടോ? നമ്മള് ഫസ്റ്റ് ടൈം ടെക്സ്റ്റിൽ പഠിച്ചതാണ് ഈ വേർഡ്സ് ഒക്കെ കേട്ടോ. എല്ലാവർക്കും ഓർമ്മ വരുന്നുണ്ടോ? യെസ്. ഓക്കെ. G says G. H says ടീച്ചർ കേട്ടില്ല? ഓർമ്മ പറഞ്ഞു. It says H. It says H. Horn. Hat. Hen. Okay, it says H. Okay. I says. And the sound is the number by I says E. I says E. Igloo. Inkpot. Insect. I says E. J says J. J says J. Jeep. Jack. Jeans. J says J. K says K.
ഓക്കെ, അപ്പൊ കേസേസ് ക്ക് പഠിച്ചു. അത് കഴിഞ്ഞ് നമ്മൾ എന്താ പഠിച്ചേ? എൽസേസ് ല, എൽസേസ് ല, എൽസേസ് ല, ലല lamp, ലല lion, ലല leaf, എൽസേസ് ല. M says ma, M says ma, mama monkey, mama mango, mama mug, monkey mango mug. M says ma. Teacher എല്ലാവരും പറയുന്നുണ്ടോ? Yes, okay. N says ma. N says no. N says no. Nana nose. Nana nose. Nana necklace. N says no. O says ox. Orange. Ostrich. Okay. P says p. P says p. Parrot. Penguin. Papaya. Parrot, penguin, papaya. Okay. Okay, ഇനി നമ്മുടെ ഫോണിക് സൗണ്ട് ചൊല്ലി നോക്കാം നമുക്ക്. ഓക്കെ, അപ്പൊ എല്ലാവരുമായിട്ട് നമുക്ക് ഒരുമിച്ച് ചൊല്ലാം. Ants on the apple. A, a, a. A is the sound of the letter A. Balls are bouncing. B, b, b. B is the sound of the letter B. Caterpillar coughing. K, k, k. K is the sound of the letter C. Dolls are dancing. D, d, d. D is the sound of the letter D. Eggs in the egg cup. A, A, A. A is the sound of the letter E. Fishes are floating. F, f, f. F is the sound of the letter F. Goats are giggling. G, g, g. G is the sound of the letter G. Helicopter hovering. H, h, h. H is the sound of the letter H. Ink in the ink pot. E, E, E. E is the sound of the letter I. Jokers are jiggling. J, j, j. J is the sound of the letter J. King cat, k, k, k. K is the sound of the letter K. Lion licking lollipop. L, l, l. L is the sound of the letter L. Monkeys are munching. M, m, m. M is the sound of the letter M. Nana's nearly 90. N, n, n. N is the sound of the letter N. All tolerant octopus. O, O, O. O is the sound of the letter O. Popcorns are
popping. P, p, p. P is the sound of the letter P. Okay. Okay. അപ്പോൾ ഇന്ന് ടീച്ചർ എന്താണ് അട്ടുപ്പ് വര കാണാതെ എഴുതുന്ന വീഡിയോ ടീച്ചർ എല്ലാവരും സെൻഡ് ചെയ്ത് തരണം. അട്ടുപ്പ് വര കാണാതെ എഴുതുന്ന വീഡിയോ പ്രത്യേകം ശ്രദ്ധിക്കണം. എഴുതുന്ന സമയത്ത് ഉറക്കെ പറയണം, ടീച്ചർ കേൾക്കണം കേട്ടോ. A says A, B says B എന്ന് പറഞ്ഞ് എഴുതണം. ABCD നല്ല ടീച്ചർ പഠിപ്പിക്കുന്നത്. A says A, B says B എന്ന് പറഞ്ഞ് എല്ലാവരും എഴുതി ടീച്ചറിന് സെൻഡ് ചെയ്ത് തരണം. ഓക്കെ, വീഡിയോ ടീച്ചറിന് സെൻഡ് ചെയ്ത് തരണം. ഓക്കെ, അപ്പം ഇപ്പൊ ടീച്ചർ GK പഠിപ്പിക്കുകയാണ്. GK നമ്മൾ ആദ്യം തൊട്ട് പറഞ്ഞു വരാം. Which is called the brain of computer? CPU. Which is called the brain of computer? Answer CPU. Which is the green color bird? Which is the green color bird? Parrot. Which is the green color bird? Parrot. Which is our state festival? Onam. Which is our state festival? Onam. Okay. Which insects makes disease? Which insects make disease? Housefly. Housefly. Who drives train? Loco pilot. Who drives train? Loco pilot. അപ്പോൾ ഇന്ന് ടീച്ചർ രണ്ട് GK പഠിപ്പിക്കാൻ പോവുകയാണ്. What is the color of apple? ആപ്പിൾ കണ്ടിട്ടുണ്ടോ എല്ലാവരും? യെസ്, എന്ത് കളറാണ് ആപ്പിളിന്? എല്ലാവർക്കും അറിയാം അല്ലേ? നമ്മള് ഫസ്റ്റ് പഠിച്ചു റെഡ് ആപ്പിൾ. അപ്പൊ എന്താ ക്വസ്റ്റ്യൻ? വാട്ട് ഈസ് ദ കളർ ഓഫ് ആപ്പിൾ? റെഡ്. ഓക്കെ, നെക്സ്റ്റ്, ഹു റോട്ട് ജനഗണമന? ആൻസർ രവീന്ദ്രനാഥ് ടാഗോർ. Who wrote Janaganamana? Answer Rabindranath Tagore. Okay, ഒന്നുകൂടെ നമുക്ക് പറയാം പഠിച്ച GK ഒക്കെ. Which is called the brain of computer? CPU. Which is the green color bird? Parrot. Which is our state festival? Onam. Which insect make disease? Housefly. Who drives train? Loco pilot. നമ്മൾ എന്തൊക്കെയാ പഠിച്ച? What is the color of apple? Red. Who wrote Janaganamana? Rabindranath Tagore. Okay, അപ്പോൾ GK എത്രയാണ്? ഓക്കെ, നമ്മൾ സെക്കൻഡ് തേർഡ് ടേമില് നമ്മൾ എവിടെയാണ്? മൈ ലെറ്റർ ഏതാണ്? S ഇല്ലേ? മൈ ലെറ്റർ S ആണ്. അപ്പോൾ S വെച്ച് നമ്മൾ S for strawberry. S for sun. S for scissors. S for scissors. S for spoon. S for stamp. S for stream. S for seesaw. S for string. Okay. It's after T. My letter T. Capital letter T, small letter T പഠിച്ചു. എന്തൊക്കെ പഠിച്ചു നമ്മൾ? T for turtle. T for tin. T for torch. T for tent. T for tap. T for ten. T for telephone. T for tractor. Okay. അതിനുശേഷം ഇന്ന് ടീച്ചർ പഠിപ്പിക്കാൻ പോകുന്നത് my letter U. ഇതിന്റെ കയ്യിലുണ്ടല്ലോ ടെക്സ്റ്റ്. My letter U. Capital letter U and small letter U. Okay. ഇപ്പൊ എന്താ ടീച്ചർ പഠിപ്പിക്കാൻ പോകുന്നത്? My letter U. എല്ലാവരും ഓക്കെ എന്ന് പറഞ്ഞേ. My letter U. U for umpire. U for umpire. U for umbrella. U for
for up. U for up. എന്താണ് നമ്മൾ പഠിച്ചത്? my letter U. അപ്പോൾ എല്ലാവരുടെയും കയ്യിൽ ടെക്സ്റ്റ് ഉണ്ടല്ലോ? ഉണ്ട്. ഓക്കേ, അപ്പോൾ എല്ലാവരും പിക്ചർ നോക്കിക്കോണം. ഫസ്റ്റ് U for നമ്മൾ എന്താ പഠിച്ചത്? umpire. എല്ലാവരും ഉറക്കെ പറഞ്ഞേ, U for umpire. umpire. ഓക്കേ, നെക്സ്റ്റ് എന്താ ഇതിന്റെ പിക്ചർ കാണുന്നത്? umbrella. U for umbrella. എല്ലാവർക്കും ഉണ്ടോ umbrella? Yes. U for umbrella. Next, U for uncle. U for uncle. U for under. U for under. U for up. U for up. Okay, അപ്പോൾ എന്താ നമ്മൾ പഠിച്ച my letter U. Say loudly, ഉറക്കെ പറഞ്ഞ് എല്ലാവരും my letter U. umpire, umbrella, uncle, under, up. Okay, U for umpire, U for umbrella, U for uncle, U for under, U for up. Okay, നമ്മൾ എന്താ പഠിച്ചത്? my letter U. umpire, umbrella, uncle, under, up. Okay, ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. my letter U. Okay, അപ്പോൾ അതിലെ ടെക്സ്റ്റിലെ വർക്ക് ടീച്ചർ എല്ലാവരും ഹോംവർക്ക് സെൻഡ് ചെയ്ത് തരണം. 5 times റീഡ് ചെയ്യണം. 1 time റീഡ് ചെയ്യുന്നതിന്റെ വോയിസ് മെസ്സേജ് ടീച്ചറിന് സെൻഡ് ചെയ്ത് തരണം. അല്ലാണ്ട് 5 times ആ പിക്ചർ കണ്ടിട്ട് റീഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ എന്താ നമ്മൾ പഠിച്ച my letter U. umpire, umbrella, uncle, under, up. Okay, my letter U. Okay, അപ്പോൾ ഇനി നമ്മൾ മാത്സ് എവിടെ വരെ പഠിച്ചത്? മാത്സ് നമ്മൾ 26 വരെയാണ് പഠിച്ചത് അല്ലേ? അപ്പോൾ നമുക്ക് എഴുതി നോക്കാം. Okay, all of you stand up. എല്ലാവരും ഒന്ന് ബോഡി ഒക്കെ ഒന്ന് ഷേക്ക് ചെയ്തേ. Okay, sit down. നമുക്ക് 1 2 3 എഴുതാം. ടീച്ചർ എഴുതുന്ന സമയത്ത് ടീച്ചറിനോടൊപ്പം എല്ലാവരും പറയണം. ഓക്കെ, One, 2, ഉറക്കെ പറയണേ. 3, 4, 5, 6, 7, 8, 9, 10. 1 0, 10. 10 after. 1 1, 11, 1 2, 12, 1 3, 13, 1 4, 14, 1 5, 15, 1 6, 16, 1 7, 17, 1 8, 18, 1 9,
19. 2 0 20. 2 1 21. 2 2 22. 2 3 23. 2 4 24. 2 5 25. 2 6 26. നമ്മൾ 26 വരെയാണ് പഠിച്ചിരിക്കുന്നത്. ഓക്കെ അല്ലേ? അതെ. അപ്പൊ എന്റെ ടീച്ചർ മാത്സില് 1 to 26 വരെ 1 ടൈം എഴുതി ടീച്ചറിന് സെൻഡ് ചെയ്ത് തരണം. അപ്പൊ എല്ലാരും ഒന്ന് ശ്രദ്ധിച്ചേ. നോട്ട്ബുക്ക് നമ്മളെ കോളം നോട്ട്ബുക്കിൽ എഴുതുമ്പോഴേ 1 to 10 വരെ എഴുതിയതിനു ശേഷം വീണ്ടും 1ന് നേരെ 1 1 11 അങ്ങനെ 20 വരെ എഴുതണം. ഓക്കെ? അപ്പൊ അത് കാണാൻ ഒരു ഭംഗിയാണ്, ഒരു ഓർഡർ കാണാം. ഓക്കെ? മനസ്സിലായല്ലോ എല്ലാവർക്കും? ഓക്കെ. അപ്പൊ ഇന്ന് ടീച്ചർ പേജ് നമ്പർ 43 നമ്മൾ 25 26 നമ്മൾ പഠിച്ചില്ലേ? അപ്പൊ അതിന്റെ തൊട്ടടുത്തത് ആക്ടിവിറ്റി ആണ് കൗണ്ട് ദ പിക്ചേഴ്സ് ആൻഡ് റൈറ്റ് ദ നമ്പർ. അപ്പൊ പിക്ചർ കൗണ്ട് ചെയ്ത് എഴുതാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ടീച്ചർ പറയാം, എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണം, ശ്രദ്ധിച്ച് ടീച്ചറിന്റെ കൂടെ കൗണ്ട് ചെയ്യണം. ഓക്കെ? തുടങ്ങാം. റെഡി? റെഡിയാണോ? ആർ യു റെഡി? യെസ്. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21. നമ്മൾ എത്ര കൗണ്ട് ചെയ്തത്? 21. അപ്പൊ ഇതിൽ എഴുതിക്കോണം. 21 എങ്ങനെ നമ്മൾ എഴുതാം? 2 1 21. 21 എഴുതിക്കോ. 2 1 21 പറഞ്ഞ് എഴുതണേ. അതുകൊണ്ടാണ് ടീച്ചർ പറയുന്നത് നമ്മളിങ്ങനെ കൗണ്ട് ചെയ്ത് എഴുതുമ്പോൾ നമുക്ക് പെട്ടെന്ന് ആൻസർ അറിയണമെന്നുണ്ടെങ്കിൽ, എഴുതാൻ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞ് എഴുതെങ്കിലേ പറ്റത്തുള്ളൂ. 21. അപ്പൊ നമ്മൾ 2 1 21 എന്ന് പറഞ്ഞ് എഴുതിയാലല്ലേ നമുക്ക് അറിയാൻ പറ്റൂ. ഓക്കെ. നെക്സ്റ്റ് കൗണ്ട് ചെയ്യാം നമുക്ക്. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 1 8 18. ഇവിടെ എത്ര നമ്മൾ എഴുതണ്ടേ? 1 8 18. എഴുതിയോ എല്ലാവരും? ഓക്കെ. അപ്പൊ ടീച്ചർ നമ്മൾ ഇത് രണ്ടും ചെയ്തു. അപ്പൊ ഇനി തന്നെ ഇവിടെ സ്വീറ്റ്സ് മുട്ടായിയാണ് കേട്ടോ. അപ്പൊ ഇത് കൗണ്ട് ചെയ്ത് ഇവിടെ എഴുതുന്നതിന്റെ വീഡിയോ ടീച്ചറിനൊന്ന് എല്ലാവരും സെൻഡ് ചെയ്ത് തരണം. ഈ സ്വീറ്റ്സ് നിങ്ങൾ കൗണ്ട് ചെയ്ത് ഇതും വേണ്ട, ഇത് മാത്രം കൗണ്ട് ചെയ്യുന്നതിന്റെ വീഡിയോ, കൗണ്ട് ചെയ്ത് ഇവിടെ ആൻസർ എഴുതുന്നതിന്റെ വീഡിയോ എല്ലാവരും സെൻഡ് ചെയ്ത് തരണം. സെൻഡ് ചെയ്ത് തരുമല്ലോ? യെസ്. ഓക്കെ. അപ്പൊ ഈ സ്വീറ്റ്സ് കൗണ്ട് ചെയ്ത് എഴുതുന്നതിന്റെ വീഡിയോ എല്ലാവരും ടീച്ചറിന് സെൻഡ് ചെയ്ത് തരണം. അപ്പൊ കൗണ്ട് ചെയ്യുമ്പോൾ നമുക്ക് തെറ്റാതിരിക്കാൻ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം? പതുക്കെ കൗണ്ട് ചെയ്യണം. പതുക്കെ കൗണ്ട് ചെയ്ത് എഴുതണം. അത് കൗണ്ട് ചെയ്യുന്നതിന്റെ വീഡിയോ ടീച്ചറിന് എല്ലാവരും സെൻഡ് ചെയ്ത് തരണം. ഓക്കെ ആണല്ലോ? ഓക്കെ ആണ്. ഓക്കെ. അപ്പൊ നമ്മൾ EVS എന്തായാലും നമ്മൾ പഠിച്ച ഹെൽത്തി ഫുഡ് ഫോർ ഗ്രോത്ത് പഠിച്ചു ഇല്ലേ?
ഓക്കെ. അപ്പൊ അതിലൊരു 2 ക്വസ്റ്റ്യൻസ് ടീച്ചർ പറഞ്ഞു തരാം. എല്ലാവരും പഠിക്കണം, പഠിച്ച കാര്യങ്ങളാണ് കേട്ടോ. അപ്പൊ അതിൽ നമ്മൾ എന്തൊക്കെയാണ്? ഹെൽത്തി ഫുഡ് ഫോർ ഗ്രോത്ത്, ഹെൽത്തി ഫുഡ് മേക്സ് us healthy and strong. ഓക്കെ. അപ്പൊ എന്തായിരുന്നു? വാട്ട് ആർ ദ ഹെൽത്തി ഫുഡ്സ്? ഏതൊക്കെയായിരുന്നു ഹെൽത്തി ഫുഡ്? വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, ഇഡ്ലീസ്, ജ്യൂസ്, മിൽക്ക്, വാട്ടർ, എഗ്സ്, ഫിഷ്. അപ്പൊ ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളല്ലേ? ഏതൊക്കെയാണ്? ഹെൽത്തി ഫുഡ് അല്ലേ? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, what types of food makes us strong and healthy? Healthy food makes us healthy and strong. Okay, what types of food makes us strong and healthy? Healthy food makes us healthy and strong. എളുപ്പമല്ലേ പഠിക്കാൻ? ഓക്കെ. അപ്പം നമ്മൾ ഹെൽത്തി ഫുഡ് ഫോർ ഗ്രോത്ത് എന്തിനു വേണ്ടിയിട്ടാണ്? നമുക്ക് വളരുന്നതിന് എന്ത് വേണം? നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് വേണം. അപ്പൊ എല്ലാവരും ഫുഡൊക്കെ നന്നായിട്ട് ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കണം. അപ്പൊ ഏതൊക്കെ ഹെൽത്തി ഫുഡാണ് നമ്മൾ പഠിച്ചത്? വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, ഇഡ്ലീസ്, ജ്യൂസ്, മിൽക്ക്, വാട്ടർ, എഗ്സ്, ഫിഷ്. ഓക്കെ. അപ്പൊ എന്തിനാ നമ്മൾ ഹെൽത്തി ഫുഡ് കഴിക്കുന്നത്? എന്തിനാ? ഹെൽത്തി ഫുഡ് മേക്സ് us ഹെൽത്തി. നമ്മൾ എന്താക്കുന്നു? നല്ല ഹെൽത്തിയും സ്ട്രോങ്ങും ആക്കുന്നു അല്ലേ? ഓക്കെ. അപ്പം എല്ലാവർക്കും മനസ്സിലായല്ലോ. അപ്പൊ ഹെൽത്തി ഫുഡ് മേക്സ് us ഹെൽത്തി ആൻഡ് സ്ട്രോങ്. ഓക്കെ. അപ്പൊ ഏതൊക്കെയാണ് ഹെൽത്തി ഫുഡ് എന്നൊക്കെ എല്ലാവർക്കും അറിയാലോ. ഓക്കെ. അപ്പൊ ഇന്നത്തെ എന്തൊക്കെയാണ്? നമുക്ക് ഇന്ന് ടീച്ചറിന്റെ ക്ലാസ് കണ്ടു കഴിയുമ്പോൾ ആർട്ട് വരെ കാണാതെ എഴുതുന്ന വീഡിയോ ടീച്ചർ എല്ലാവരും സെൻഡ് ചെയ്ത് തരണം. മറക്കരുത്, എല്ലാവരും ടീച്ചറിന് സെൻഡ് ചെയ്ത് തരണം. ഓക്കെ. മാത്സിൽ നമുക്ക് 1 to 26 വരെ നമ്മൾ പഠിച്ച 26 വരെ 1 ടൈം എഴുതി ടീച്ചർ എല്ലാവരും സെൻഡ് ചെയ്ത് തരണം. ഓക്കെ ആണല്ലോ? എല്ലാവരും നന്നായിട്ട് പഠിക്കുക, നല്ല കുട്ടികളായിട്ടിരിക്കുക. ഓക്കെ. അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു ഓൾ. Bye-bye everyone. Have a nice day. Lately, I've been lying to myself. No, I need to get some help. Hoping you could save me, baby. Put our pictures on the shelf. Swore I'm over you, oh well, it's not that easy. Waking up in this place all alone, staying up night and day on the phone. I need me to be whole again. Thought you were the piece missing from left. You're not the one. Been trying to fix the mess, get myself up out of bed, but I'm feeling empty. Maybe I need to try something else. Get you out of my head, you can't save me. Waking up in this place all alone, staying up night and day on the phone. You're not the one. It's been harder for me now. It's been harder for me now. It's been harder for me now. But I'll get through it somehow. But I'll get through it.
it somehow, but I'll give